ഫ്രണ്ട്സ്, അപ്പോൾ കാണാൻ നല്ല ലുക്കും കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയുമായിട്ടുള്ള കേക്ക് പോപ്സ് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ബർത്ത്ഡേസിലും വെഡ്ഡിങ്സിലൊക്കെ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കേക്ക് പോപ്സാണ് നമ്മളിന്ന് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ സ്പഞ്ച് കേക്കാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് സ്പഞ്ചും വൈറ്റ് സ്പഞ്ചും ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഹാഫ് കപ്പ് മൈദയ്ക്ക് ബ്ലാക്ക് സ്പഞ്ചും ഹാഫ് കപ്പ് മൈദയ്ക്ക് വൈറ്റ് സ്പഞ്ചും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് വൈറ്റ് സ്പഞ്ച് മാത്രം മതിയെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ലെഫ്റ്റ് ഓവറായിട്ട് കുറച്ച് കേക്ക്സൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ കേക്ക് പോപ്സൊക്കെ റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് പോപ്സാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് മിക്സിയിലൊക്കെ വെച്ച് ക്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഇങ്ങനെ ഒറ്റ ആകെ കുഴഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടർ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് ബോൾസ് ആക്കുന്ന ടൈമിൽ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ടൈമിൽ നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ബോൾസ് ആക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ നമുക്കിത് ബോൾസ് ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മളെല്ലാം ഇതുപോലെ ഒന്ന് ബോൾസാക്കി വയ്ക്കുക. ഒരേ വലിപ്പത്തിലുള്ള ബോൾസ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളതുപോലെ ബ്ലാക്ക് സ്പഞ്ചും അതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒറ്റയടിക്ക് ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടും ഇതുപോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും 200 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഇതുപോലെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ പോപ്പ് സ്റ്റിക്സ് ആണ്. പോപ്പ് സ്റ്റിക്സ് കേക്കിൻ്റെ ഐറ്റംസ് കിട്ടുന്ന എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ പോപ്പ് സ്റ്റിക്സിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ രണ്ട് ഹോൾസ് ഉണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ കേക്കിൽ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഹോൾസ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കേക്ക് ഇതുപോലെ പോപ്പ് സ്റ്റിക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ബാമ്പൂവിൻ്റെ സ്ക്വയർ ആയാലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അത് രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഹോൾസ് ഉള്ള സൈഡ് നമ്മളിതുപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ എല്ലാ ബോൾസിലും ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഹോൾസ് ഉള്ള ഭാഗം ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ എല്ലാ കേക്ക് ബോൾസിലും ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നമ്മളെല്ലാം അതുപോലെ ആക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഒത്തിരി പ്രഷർ കൊടുത്ത് നമ്മൾ അങ്ങ് വയ്ക്കരുത്. അപ്പോൾ കേക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് വളരെ സ്മൂത്തായിട്ട് തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ്സ് നമുക്ക് ഫ്രീസറിലൊന്ന് വയ്ക്കാം, നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ. ഇപ്പോൾ നമ്മൾ പരന്നിരിക്കുന്ന പാത്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ചോക്ലേറ്റ്സ് വേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് മതിയാവും. അപ്പോൾ നമ്മളെല്ലാം ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡിപ്പ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ആ ടൈമിൽ നമ്മളിതുപോലെ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കുക. നമ്മുടെ താഴത്തേക്കൊക്കെ ഡ്രിപ്പ് ചെയ്ത് വരുന്നത് ഇതിലേക്ക് ചാടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റുള്ള ക്ലീനിങ് എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്നല്ലെങ്കിൽ ഇത് ഡിപ്പ് ചെയ്ത് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്കൊരു ബട്ടർ പേപ്പറിലോ പ്ലേറ്റിലോ വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു തെർമോക്കോളിൻ്റെ പീസ് എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമുക്ക് പോപ്സും നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളിത് ഒരു സ്റ്റിക്ക് എടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുക. ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. എക്സസ് ആയിട്ട് വരുന്നതൊക്കെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. ഒത്തിരി ഫോഴ്സ് ചെയ്ത് തട്ടരുത്, നമ്മുടെ കേക്ക് ഇതിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ നമ്മളിതുപോലെ ചെയ്തതിന് ശേഷം
അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് സെറ്റായി അതിലേക്ക് സ്റ്റിക്കായിട്ടിരുന്നോളും. അത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ബട്ടർ പേപ്പറിൽ വെക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റും ഇതുപോലെ തന്നെ ഒന്ന് മുക്കിയെടുക്കുക. എല്ലാം ഈ ഒരു സെയിം പ്രോസസ്സിൽ തന്നെ ചെയ്യുക. അപ്പോൾ ചോക്ലേറ്റ്സ് ഒത്തിരി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് മൊത്തം ഫുള്ളായിട്ട് ഇത് ഡ്രിപ്പ് ചെയ്ത് പോയതിന് ശേഷം നമുക്ക് ഇത് തെർമോക്കോളിൽ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരേ സമയം ഇതുപോലെ 2 എണ്ണം ഇതുപോലെ ഡിപ്പ് ചെയ്ത് നമുക്ക് ചെയ്ത് തീർക്കാം. അപ്പോൾ ഇനി നമുക്കൊരു ഡബിൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ലൈറ്റ് ചോക്ലേറ്റിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മാർബിൾ എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതും ഇതുപോലെ ഫുള്ളായിട്ട് ഡ്രിപ്പ് ചെയ്ത് പോകുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒരേ സമയം നമുക്ക് 2 എണ്ണം ഒരുമിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിത് ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മളിത് തെർമോക്കോളിൻ്റെ പീസിൽ വയ്ക്കുന്ന ടൈമിൽ ഈ ഒരു സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്യാൻ വളരെ പാടായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഹോൾസ് നേരത്തെ ഇട്ട് വച്ചേക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൽ ജസ്റ്റ് 2 ഡ്രോപ്പ് ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ മാർബിൾ എഫക്റ്റിലുള്ള ഈ ഒരു കളറും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് സ്പ്രിങ്കിൾസ് വേണമെങ്കിൽ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ 6 ആക്ക് വരച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഡിസൈൻസ് എല്ലാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ എല്ലാം ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ജസ്റ്റ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയതിന് ശേഷം അതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ 6 ആക്കോ റൗണ്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ താഴെ ഒരു ന്യൂസ് പേപ്പർ ഇടുക എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് പ്രോസസ്സ് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ഇത് സെറ്റ് ആയിക്കോളും. അപ്പോൾ നമുക്കിതൊരു 3 ദിവസം വരെയും ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് പോപ്സ് ആണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കാണാനും അട്രാക്റ്റീവാണ്, കഴിക്കാനും ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ നമുക്കിത് ഫ്രിഡ്ജിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.